മരുമകൾക്ക് മരുമകളെ സംബന്ധിച്ച് അവർക്ക് ഭർത്താവിൻ്റെ അമ്മയോട് ദേഷ്യം അല്ലെങ്കിൽ ഒരു വഴക്കൊക്കെയുള്ള തുടങ്ങുന്ന ഒരു സന്ദർഭം അല്ലേ. ആദ്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ എന്താണ്, ആദ്യം നമ്മൾ ഒരിക്കലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പെൺകുട്ടിയും ആ അമ്മായിയമ്മയോട് ചെന്ന് യുദ്ധം ചെയ്യാം എന്ന് കരുതിയിട്ടാവില്ല വരുന്നത്. അവർ പലതും സ്വപ്നം കണ്ടായിരിക്കാം അങ്ങനെ ഒരു വീട്ടിലേക്ക് വരുന്നത്. അവർക്ക് കുറേയേറെ ഭയങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. കാരണം അവർ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ അമ്മായിയമ്മ എപ്പോഴും ഒരു വലിയൊരു സംഭവമാണ്, എന്തോ ഒരു ക്രൂരയായ സ്ത്രീ എന്നൊക്കെ ആയിരിക്കാം പലപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പം അവരാ മുൻധാരണയായിട്ട് വന്നതുകൊണ്ട് ആദ്യമൊക്കെ ഭയങ്കര ഭയമായിരിക്കും. ആ ഭയത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സ് കണ്ടെത്തി വയ്ക്കും, ആ ഭയപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ. അമ്മ ഈ വിവാഹം ചെയ്ത് വരുന്ന ആ വീട്ടിലെ അമ്മ പാവമാണെങ്കിലും ഉള്ളിൽ കിടക്കുന്ന ആ ഭയം കൊണ്ട് ചില കാര്യങ്ങൾ ഇവർ കണ്ടെത്തി ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും മരുമക്കൾ അല്ലേ. ആദ്യമൊക്കെ ചെറിയ സൗന്ദര്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളും അല്ല. പിന്നീട് ഈ വെറുതെ ഇരിക്കുന്ന ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ, ജോലിയൊക്കെ പോകുന്നവരാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല. വെറുതെ ഇരിക്കുക, കൂടുതൽ ടൈം ചിന്തിക്കാനൊക്കെ സമയം കിട്ടിയാൽ ഇവർ പലതും ഇങ്ങനെ ആലോചിക്കും. ഇന്നലെ അമ്മ അങ്ങനെ പറഞ്ഞായിരുന്നു, അതെന്താ അങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ച് അവരുടേതായിട്ടുള്ള കുറേ കണ്ടെത്തലുകളൊക്കെ നടത്തും. അതാണ് ഈ ഒരു പ്രധാന പ്രശ്നം. അപ്പം ചിലപ്പോൾ മറ്റാരെങ്കിലുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നും. ഒന്നിൽ വിവാഹം കഴിഞ്ഞ കൂട്ടുകാരികൾ കാണും, ചിലപ്പം വീട്ടിലുള്ളവരാരെങ്കിലും കാണും അല്ലേ, അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷെ മിക്കവാറും മിക്ക അമ്മമാർ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മമാരും ഇങ്ങനെയുള്ള രീതിയിലുള്ള വർത്തമാനം പറഞ്ഞാൽ സപ്പോർട്ട്, അതെല്ലായിടും അങ്ങനെയൊക്കെയാണ്, നീ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയും. ചിലർ പക്ഷേ അങ്ങനെയല്ല, ആണോ അങ്ങനെ പറഞ്ഞോ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അതെങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൾ തൻ്റെ ഭർത്താവിനോട് പറയും, ഇവിടെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാം. കൂടുതൽ അംഗങ്ങളുള്ള വീടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കാരണം ഇവർ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇവർക്ക് കുറേ ഫ്രീഡം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. പുറത്തേക്ക് പോകണം, അത് ചിലപ്പം സമയമൊന്നും അവർക്കൊരു തടസ്സമാവില്ല. ഏത് സമയത്താണ് അവർ ആഗ്രഹിക്കുന്നത് പുറത്ത് പോകണം, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം. അപ്പം വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നാൽ വീട്ടിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴെന്താണ്, ആ ഫുഡ് വേസ്റ്റായി പോകും. അപ്പം പിറ്റേ ദിവസം ചോദ്യം വരും തീർച്ചയായിട്ടും, എന്തുകൊണ്ട് കഴിച്ചില്ല, അപ്പം പുറത്തുനിന്ന് കഴിച്ചു. അപ്പോൾ അതിന് ചില ഇത് കാണും. മിക്കവാറും അമ്മമാർക്ക് ഈ ആഹാരം വേസ്റ്റ് ആക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും. ഇനി പോവുകയാണെങ്കിൽ കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകണം, ഇങ്ങനെയൊക്കെയുള്ള കടുത്ത രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും ചില അമ്മമാർ. ആഹാരം വേസ്റ്റ് ആക്കുന്ന ചില അമ്മമാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, പറയുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളത് പറയുമ്പോഴത്തേക്കും അത് അവർ ചിന്തിക്കുന്നില്ല, ആഹാരമായതുകൊണ്ടാണ്. അപ്പം കണ്ടോ, വെളിയിൽ നിന്ന് ഞങ്ങൾ കഴിച്ചോണ്ടേ അതിന് ഒരു പ്രശ്നം ഉണ്ടായി, മനസ്സിലായി. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ് വഴക്ക്. അപ്പം അമ്മ പറയുന്നത് ഞങ്ങളൊന്നിച്ചു പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പെൺകുട്ടി കണ്ടെത്തുന്നത്. അപ്പം കുറേയൊക്കെ ഈ ഭർത്താവിനോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ അയാൾക്കും തോന്നും ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്, ഇനി അതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ മാറി. അയാളും സ്വസ്ഥമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നവരുണ്ട്. ഇല്ല, അതിനുള്ള സാമ്പത്തികമായിട്ടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉള്ളവരാണെങ്കിൽ അതങ്ങനെ തന്നെ ആ വീട്ടിൽ മുന്നോട്ട് പോകും. പക്ഷേ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഭർത്താവ് എന്നുള്ള വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും തൻ്റെ ഭാര്യ തന്നോടൊരു കംപ്ലൈൻ്റായിട്ട് പറയുന്നു അമ്മയുടെ എന്തെങ്കിലും കാര്യം, അപ്പം ഭാര്യയെയും അമ്മയെയും വിളിച്ചിട്ട് എന്തായാലും സംഭവം, അതിന് നാണക്കേടോ വേറെ ഒന്നും വിചാരിക്കില്ല, വേറെ ആരുമില്ല. നാളെ ഇത് നാട്ടുകാർ അല്ലെങ്കിൽ കോടതി കയറിയൊരു പ്രശ്നമാകുന്നതിന് നല്ലത് അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, അപ്പം ഭാര്യയും കേൾക്കുകയല്ല അത് ഇന്നതുകൊണ്ടാണ്, അപ്പം ഭാര്യയോട് ക്ലിയർ ചെയ്ത്. അപ്പോഴങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയവർ വ്യക്തികളുണ്ടല്ലോ, അവരെ വിളിച്ചിരുത്തി ഒച്ചയും ബഹളമല്ല, കാര്യം ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക.
ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചില്ല, അല്ല അതിൽ നിന്നും ഒളിച്ചോടുക അല്ലെങ്കിൽ മാറിപ്പോവുക എന്നത് പറയുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ആദ്യം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇത്രേ ഉള്ളായിരുന്നു, അപ്പം മരുമകൾ അമ്മ അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നു, അയ്യോ പാവം ഞാൻ തെറ്റിദ്ധരിച്ചു, മനസ്സിലായി. അങ്ങനെ രണ്ടുപേരുടെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലുണ്ടാകും. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മയോടൊന്ന് ചോദിച്ചേക്കാം, മനസ്സിലായി. അങ്ങനെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് മാറുകയും ചെയ്യും. അമ്മയും ഈ മരുമകളും തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ മകനേക്കാൾ കൂടുതൽ മരുമകളോടായിരിക്കും ഒരുപക്ഷെ അമ്മയ്ക്ക് അടുപ്പം ഉണ്ടാകുന്നത്. അതിനെല്ലാം ഈ തുറന്നുള്ള ചോദ്യവും പറച്ചിലും സഹായിക്കും. കൂട്ടിപ്പിടിപ്പിക്കുന്നത് കൂട്ടിച്ചോദിക്കുക അങ്ങനത്തെ അർത്ഥത്തിൽ കരുതരുത്. ഇത്ര തന്നെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു അമ്മേ, അതിങ്ങനെ, അപ്പം അമ്മ അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞില്ല, ഇപ്പം ഇത്ര പ്രശ്നം, ഇനി അങ്ങനെയൊന്നുമില്ല, എന്തിനുണ്ട് അമ്മയോട് ചോദിക്കുക, അല്ലെ അമ്മയോട് പറ. എന്നിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് അപ്പോഴും ക്ലിയർ ആയില്ല എന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അപ്പോഴും ക്ലിയർ ആയില്ല, മനസ്സിലൊരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഉള്ളൊരു കാര്യമുണ്ട്, സ്നേഹം എന്ന് പറയുന്നത്. അത് മനസ്സിൽ ഇഷ്ടം പോലുണ്ട്. അത് ഒന്നിച്ച് വേണ്ട, അമ്മയോടും ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മ ഞാനില്ലേ, എനിക്കിതൊക്കെ മനസ്സിലാവില്ലേ, അത് വേളയിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുക മകൻ. അതുപോലെ തന്നെ ഭാര്യയോടും പറയാം, നിനക്ക് ഞാനില്ലേ, ആരും മനസ്സിലാക്കില്ലെങ്കിലും ഞാൻ നിന്നെ മനസ്സിലാക്കും, എനിക്കറിയാം നിനക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നമ്മൾ വേറെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഭർത്താവിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഒരു ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടാൽ ഭാര്യ ഒരിക്കലും മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല. തൻ്റെ ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കും ഭാര്യ. അത് 99% സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. 1% കാര്യം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവർ ഓരോരുത്തർക്കും ഓരോ മൈൻഡിലാണ് ഓരോ കാര്യങ്ങൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായ മനസ്സുകളല്ലേ. അപ്പം ഇപ്പം ഞാൻ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യത്തെ ഇപ്പം നെഗറ്റീവായിട്ട് കണക്കാക്കുന്ന ആളുകൾ കാണും. അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടുതലും പോസിറ്റീവായിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, കേൾക്കുന്നവർ അതങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ലോ, ഇതിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ആ നെഗറ്റീവിന് എടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 99% പറയുന്നത്. 1% എപ്പോഴും വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മളെത്ര നല്ലത് ചെയ്താലും അതിൽ നിന്ന്, നന്മയിൽ നിന്ന് അവർ ചെയ്യുന്നത് മൊത്തം എന്തായാലും തിന്മയുണ്ടോയെന്നായിരിക്കും. അങ്ങനത്തെ ക്യാരക്ടറുള്ള ഒത്തിരി പേരുണ്ട്. അതങ്ങനെയാണ്. നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ള ആ ഒരാൾ തിന്മയെന്നേ കാണത്തുള്ളൂ. പറയുന്നുണ്ട് ഓരോന്ന് വളച്ചൊടിക്കുക, വളഞ്ഞ വഴി വളഞ്ഞ് മൂക്കെ പിടിക്കണം, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പം ഇത് കോമൺ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ഈ 1%, 99% പേർക്കും ഇത് ബാധകം. ഈ 1% ഉണ്ടല്ലോ വ്യത്യസ്തം, എപ്പോഴും നെഗറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. അവരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും പോസിറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അടുത്ത് നെഗറ്റീവായ കാര്യങ്ങളിലൂടെ മാത്രമേ അവരെ ഒരു കാര്യം മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. അതേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെതാകാം, അവരുടെ മനസ്സിലുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ചിന്തിച്ചു പോകുന്നത്. അതിന് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്ത് കൾച്ചറാണ് പറയത്തില്ല. അപ്പോൾ അവർ ആർജിച്ചെടുത്തതാണ് ഈ കൾച്ചർ എന്ന് പറയുമ്പം നമ്മുടെ ആഹാരവും വസ്ത്രവും നമ്മുടെ സ്വഭാവ രീതികളെല്ലാം തന്നെ അതിനകത്ത് വരും. അപ്പം ഓരോരുത്തർക്കും ആ ഒരു കൾച്ചറുണ്ട്. പാരമ്പര്യം എന്നൊക്കെ പറയത്തില്ലേ പഴയ ആൾക്കാർ, അല്ലെങ്കിൽ വലിയൊരു നല്ലൊരു കുടുംബത്തിലെയാണെന്നൊക്കെ പറയും. അപ്പം ഈ കുടുംബം എന്നതിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള, അവരറിഞ്ഞിട്ടുള്ള, അവർ കണ്ടു കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത് പലപ്പോഴും. അപ്പോൾ അങ്ങനെ രൂപീകരിച്ചതിൽ നിന്നുള്ള വ്യത്യാസം കൊണ്ടാണ് അവർ നെഗറ്റീവിനെ കൂടുതൽ എടുക്കുന്നത്. നമ്മളെന്തിനേയും പോസിറ്റീവായിട്ട് എടുത്ത് ഒരു പ്രശ്നവുമില്ല. പക്ഷെ പോസിറ്റീവിലെ നെഗറ്റീവിനെ മാത്രം കണ്ടെത്തിയാൽ മൊത്തം നെഗറ്റീവായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പല കുറ്റങ്ങളും പല രീതിയിൽ പോകുന്നത്. അമ്മയെ അമ്മയായിട്ട് കാണാൻ പറ്റുന്നില്ല, പെങ്ങളെ പെങ്ങളായിട്ട് കാണാൻ പറ്റുന്നില്ല. സ്വന്തം അമ്മയെയും പെങ്ങളെയും ഒഴിച്ച് ബാക്കിയുള്ള സ്ത്രീകളെ പൊതുവെ മറ്റൊരു കണ്ണിലൂടെ മാത്രം കാണുന്ന പുരുഷന്മാരുണ്ട്.
അതൊക്കെ എന്താണ്, ഇങ്ങനെ അവർ ആർജിച്ചെടുത്ത പല കാര്യങ്ങളിലാണ്. അത് അവരുടേതായിട്ടുള്ളൊരു നേച്ചറാണ്. പക്ഷേ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ അവർ ഇടപഴകുന്ന അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ നല്ലൊരു സ്വഭാവത്തിനുടമയാണെങ്കിൽ അവർ ആ രീതിയിൽ മാത്രമേ അവർ പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിന്നാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് മിടുക്കർ. അങ്ങനെയുള്ളവർക്കാണ് മിടുക്ക് വേണ്ടത്. അങ്ങനെ ചിന്തിക്കണം. നമ്മൾക്കൊരിക്കലും ഈ നെഗറ്റീവുകളെ ഒന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല, അല്ലേ? ഒരു രാത്രിയിൽ ഇരുട്ടാണ്, നമുക്ക് മൊത്തം ഇരുട്ടിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ഇരുട്ടിനെ മാറ്റാൻ പറ്റും, ഒരു മെഴുകുതിരിയോ ഒരു വിളക്കോ ഉണ്ടെങ്കിൽ, അല്ലേ? അതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആദ്യം നന്നായി പുറമേ നന്നാക്കാൻ ശ്രമിക്കുക. ഓക്കെ.